നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണേണ്ട 5 ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് അസറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. നമ്മുടെ സേവിങ്സ് ബാങ്ക്, അതേപോലെ തന്നെ FD തുടങ്ങിയവയാണ് ഈ കാറ്റഗറിയിലുള്ളത്. സേവിങ്സ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 2.5 മുതൽ 3% വരെ റിട്ടേൺ നമുക്ക് കിട്ടും. അതേസമയം FD ആണെന്നുണ്ടെങ്കിൽ 6 മുതൽ 7% വരെ കിട്ടും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡെപ്റ്റ് ഓറിയൻറ്റഡ് കാറ്റഗറിയാണ്. ഇവിടെ ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയവയാണ് കാണുന്നത്. അറൗണ്ട് ഒരു 7 to 8% റിട്ടേൺ ആണ് ഈ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട്സും അതേപോലെ തന്നെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഈ 2 കാറ്റഗറിയും നോക്കിക്കഴിഞ്ഞാലും ഒരു ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേവിങ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഇനി നമുക്കൊരു ഓണർഷിപ്പ് വരുന്നത് അടുത്ത 3 കാറ്റഗറിയിലാണ്. ഏതൊക്കെയാണല്ലേ? ഒന്നെന്ന് പറയുന്നത് കമ്മോഡിറ്റീസാണ്. ഇവിടെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. മെയിനായിട്ട് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 10 മുതൽ 12% വരെ റിട്ടേൺ നമുക്ക് കിട്ടും. അടുത്ത കാറ്റഗറി റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് നമുക്ക് ബോണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആയിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടെയും അറൗണ്ട് ഒരു 10 മുതൽ 12% വരെ കിട്ടും. ഇനി അടുത്ത ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റീസ് ആണ്. നമ്മൾ ഷെയർസിനകത്ത് ഓൺ ചെയ്യുന്നതാണ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ 12 മുതൽ 15% വരെ റിട്ടേൺ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഏജ് വൈസ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പോർട്ട്ഫോളിയോയിൽ എത്രയൊക്കെ കാണണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നോക്കുക.